നെക്ക് ലെവൽ വരെ ഫില്ല് ചെയ്യാണ്. പക്ഷേ ഈ നെക്ക് ലെവലിൽ നിന്നും താഴെ വരാൻ വേണ്ടി ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടിയാലും റേഞ്ചിന് പറയത്തക്ക ഒരു മാറ്റവും കാണില്ല. വാഹനത്തിൽ ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വാഹനത്തിൽ കാണിക്കുന്ന റേഞ്ച് താഴാൻ വേണ്ടിയിട്ട്, അതായത് ഒരുപാട് ദൂരം ഓടുകയാണെങ്കിലും ഈ ഒരു ഫ്യൂവൽ റേഞ്ച് കുറയാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്? ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ വാഹനത്തിൽ ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് റേഞ്ച് എന്ന് പറയുന്നൊരു സംഗതി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും. എന്താണ് റേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിലുള്ള ഫ്യൂവൽ കൊണ്ട് എത്ര കിലോമീറ്റർ വാഹനം ഓടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക് വാഹനത്തിലും റേഞ്ച് പറയാറുണ്ട്, അതായത് ഇത്രയും ചാർജിന് ഇത്രയും കിലോമീറ്റർ ഓടാൻ പറ്റുന്ന റേഞ്ച്. അതുപോലെ തന്നെ വാഹനത്തിൽ ഡിസ്റ്റൻസ് ടു എംടി എന്നോ അല്ലെങ്കിൽ ഫ്യൂവൽ റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. അപ്പം എന്താണ് റേഞ്ച്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് റേഞ്ച് താഴാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുന്നത്, പക്ഷെ താന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് റേഞ്ച് താന്ന് പോകുന്നുണ്ട്. ഇങ്ങനൊരു സംശയം നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അത് ക്ലിയർ ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് നമ്മളൊരു വാഹനത്തിൻ്റെ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുക, ഫുൾ ടാങ്ക് എന്ന് ഉദ്ദേശിക്കുന്ന നെക്ക് ലെവൽ വരെ ഫില്ല് ചെയ്യുകയാണ്. പക്ഷേ ഈ നെക്ക് ലെവലിൽ നിന്നും താഴെ വരാൻ വേണ്ടി ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടിയാലും റേഞ്ചിന് പറയത്തക്ക ഒരു മാറ്റവും കാണില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും റേഞ്ച് പതുക്കെ താഴാൻ തുടങ്ങും. അതുപോലെ തന്നെ വാഹനം ഫുൾ ടാങ്ക് അടിച്ചു കഴിയുമ്പോൾ ഫുൾ ടാങ്ക് നമുക്കിങ്ങനെ നിൽക്കുന്നത് കാണാം. ഫസ്റ്റ് കട്ട, അതായത് ഫുൾ ടാങ്കിൻ്റെ കട്ട കുറയാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. ചിലപ്പോൾ ഒരു 100 കിലോമീറ്റർ തന്നെ എടുക്കും. ഞാൻ ഈ പറയുന്നതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാൻ പറ്റും, തെറ്റുണ്ടെങ്കിൽ അതും കമൻറ്റിൽ ഇടാം. കാരണം ഞാൻ ഈ പറയുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഒരു കട്ട കുറയും. എന്തുകൊണ്ടാണ് ഒരുപാട് കിലോമീറ്റർ വാഹനത്തിൻ്റെ ഫുൾ ടാങ്ക് കട്ട കിട്ടുന്നതും അതിനുശേഷം ഉള്ളതൊക്കെ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്റർ കഴിയുമ്പോൾ കട്ടായി അതായത് കുറഞ്ഞ് വരുന്നത്? വളരെ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്തൊരു ഫ്ലോട്ട് എന്ന് പറയുന്നൊരു യൂണിറ്റ് വരുന്നുണ്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഫ്യൂവൽ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫ്യൂവൽ കുറയുന്നതിനനുസരിച്ച് ഫ്ലോട്ട് താഴും, ഫ്യൂവൽ കൂടുന്നതിനനുസരിച്ച് ഫ്ലോട്ട് പൊങ്ങും. കറക്റ്റ് പറഞ്ഞാൽ നിങ്ങളൊരു വാട്ടർ ടാങ്ക് ഒക്കെ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്നൊരു ബോൾ പൊങ്ങുകയും താഴുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉള്ള ഫ്ലഷ് ടാങ്കിനകത്ത് വരുന്നൊരു യൂണിറ്റ് പൊങ്ങുകയും താഴുകയും ചെയ്യും. വെള്ളം വരുന്ന സമയത്ത് അത് പൊങ്ങി അത് ക്ലോസ് ആകുന്ന പോലെ തന്നെ ഒരു ഫ്ലോട്ട് എന്ന് പറയുന്ന യൂണിറ്റ് നമ്മുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ ടാങ്കിനകത്തുണ്ട്. ഈ ഫ്ലോട്ട് പൊങ്ങി കഴിയുമ്പോൾ ഇത് കറക്റ്റ് കമ്പനി ഒരു 50 ലിറ്റർ മൈലേജ് അല്ലെങ്കിൽ 50 ലിറ്റർ ഫ്യൂവൽ ടാങ്ക് എന്ന് പറയുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഫ്ലോട്ട് ലെവൽ അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോട്ട് പൊങ്ങുന്നതിൻ്റെ ആ ഒരു ഹൈറ്റാണ് കറക്റ്റ് 50 ലിറ്റർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഫ്ലോട്ടും പൊങ്ങി അതിന് മേളിലോട്ട് നെക്ക് വരെ നമ്മൾ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഫ്യൂവൽ താന്ന് വന്നതിന് ശേഷം തൊട്ടേ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മേളിലോട്ടുള്ള ഇത്രയും ഫ്യൂവൽ കത്തിക്കഴിഞ്ഞാൽ മാത്രം റേഞ്ച് സ്റ്റാർട്ട് ആവത്തുള്ളൂ. എന്തുകൊണ്ട് സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞാൽ ഫ്ലോട്ടാണ് റേഞ്ച് കാണിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഫ്ലോട്ട് താഴുന്നതനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ റേഞ്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. പലപ്പോഴും നിങ്ങൾ സംശയിക്കുന്നത് പോലെ ഇതൊരു കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. വാഹനത്തിന് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് റേഞ്ച് കൃത്യമായിട്ട് കാണിക്കാത്ത അഥവാ റേഞ്ച് കുറയാത്തതിൻ്റെ കാര്യം ഫ്യൂവലിൻ്റെ ഫ്ലോട്ടിൻ്റെ ഡിസൈനിങ് രീതി കൊണ്ടാണ്. കാരണം ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ വാഹനം കുത്തി നിറയ്ക്കുക എന്നല്ല, വാഹനത്തിൻ്റെ ഏറ്റവും മേളിലൊരു അല്പം താന്ന് ലെവലിൽ നിൽക്കുന്നതിനെയാണ് ഫുൾ ടാങ്ക് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഫുൾ ടാങ്ക് നെക്ക് ലെവൽ വരെ ഫില്ല് ചെയ്യും. ഇത് മാത്രമേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്ക്.